മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, എവിടെ വന്ന് നിൽക്കാൻ പറ, കാണട്ടെ ആണുങ്ങള്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ട നമ്മുടെ ഷഫീന ബീബി താത്തയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജു പിള്ളയുടെ മകൾ ദിവ്യ സുജിത്തും തമ്മിലുണ്ടായ ചില കോൺട്രവേഴ്സീസ്. അതായത് നമ്മുടെ ഷഫീന ബീബി താത്ത ഈ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. നിങ്ങൾ പലരും അത് കണ്ടു കാണും. നമ്മൾ ആ വീഡിയോയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഏതെങ്കിലും കുട്ടികൾ, അതായത് 18 വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഏതെങ്കിലും കുട്ടികൾ ഇത് കാണുന്നുവെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഇത് മേടിച്ച് വെക്കണം. അടുത്ത് കുട്ടികൾക്കുള്ള വീഡിയോ അല്ല, തികച്ചും വളരെ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് കുട്ടികൾ കാണരുത്. ഓക്കെ, അപ്പം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. നമ്മുടെ ഷഫീന ബീബി താത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് നമ്മുടെ മഞ്ജു പിള്ളയുടെ മകൾ ദിവ്യ സുജിത്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഫോട്ടോസ് കണ്ടിട്ട് നമ്മുടെ താത്തയ്ക്ക് ഭയങ്കരമായിട്ട് കുരുപൊട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ദേഷ്യവും അദ്ദേഹത്തിൻ്റെ അമർഷവും സഹിക്കാൻ വയ്യാതെയാണ് അതിനെതിരെയുള്ളൊരു വീഡിയോ ഇട്ടത്. നമുക്ക് ആ വീഡിയോയുടെ ഇൻട്രോ ഒന്ന് കേട്ട് നോക്കാം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ സംസാരിക്കുമ്പോൾ പലരും പറയുന്നത് ഇത് എന്തോ പിന്നെ തള്ള വൈബ്, ആന്റി വൈബ്, മുത്തശ്ശി വൈബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡീഗ്രേഡ് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾ ആ ഒരു കിണത്തിൽ പെടുത്തിയാൽ മതി. ശരിയാണ്, ഒരു മുത്തശ്ശി വൈബ് എന്ന് തന്നെ എനിക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതായത് ഓഡിയൻസിന് തോന്നും ഇതൊരു മുത്തശ്ശി വൈബാണ്, ഒരു ആന്റി വൈബാണ് എന്നൊക്കെ ഉള്ളൊരു ഡിസ്ക്ലെയിമർ ആദ്യം എടുത്തിട്ടാണ് പുള്ളിക്കാരി സംസാരിച്ചത്. അതായത് പുള്ളിക്കാരിക്ക് തന്നെ അറിയാം ഇതൊരു ആന്റി വൈബ് തന്നെയാണെന്ന്. അതുകൊണ്ടാണ് പുള്ളിക്കാരി ആദ്യം അത് പറഞ്ഞത്. ബാക്കി നമുക്ക് കേട്ട് നോക്കാം. നെപ്പോ കിഡ്സ് ആയിട്ടുള്ള കുറെ കുട്ടികൾ കാണിക്കുന്ന പോക്കറി തരം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്ന അമ്മമാർക്കുള്ള, അതായത് മഞ്ജു പിള്ളയുടെ മകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മഞ്ജു പിള്ളയോടാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അപ്പം മഞ്ജു പിള്ളയുടെ തന്നെയാണ് അദ്ദേഹം നേരിട്ട് ചോദിക്കുന്നത്. ഒളിയും മറയും ഒന്നുമില്ലാതെ നേരിട്ട് തന്നെ ചോദിക്കാനായിട്ട് ചങ്കൂറ്റത്തോടെ ഇറങ്ങി വന്നിരിക്കണം നമ്മുടെ താത്ത നേരിട്ട് ചോദിക്കാൻ. നമ്മൾ എന്താണ് ചോദിക്കുന്നത് നമുക്ക് കേട്ട് നോക്കാം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്ക് അതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? അതായത് മഞ്ജു പിള്ളയോട് ചോദിക്കുകയാണ് ചങ്കൂറ്റത്തോടെ, നിങ്ങൾക്ക് ആകെപ്പാടി ഒരു മകളല്ലേ ഉള്ളൂ, നിങ്ങൾ അതിന് എന്തിനാ കയറൂരി വിട്ടേക്കുന്നത്? അതിങ്ങനെ കയറൂരി വിട്ടത് കൊണ്ടല്ലേ അദ്ദേഹം പോയിട്ട് ഇങ്ങനെ തുണിയില്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടുന്നത് എന്നാണ് നമ്മുടെ താത്ത ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് കേട്ട് നോക്കാം. എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം, തുണി പറിച്ച് അങ്ങോട്ട് എറിയണയാണ് സ്വാതന്ത്ര്യമാണ്. ഇതൊക്കെ നിങ്ങളെ ആരായി പഠിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. അതായത് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഒരു വിചാരമുണ്ട്, നിങ്ങൾ തുണി പറിച്ച് എറിഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന്. താത്ത പറഞ്ഞു കേൾക്കുന്നത്, ഇങ്ങനെ വിവരമുള്ളവർ പറഞ്ഞു തരുമ്പോൾ നമ്മളത് കേട്ട് പഠിക്കണം. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾ തുണി പറിച്ചെറിയുന്നതല്ല നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഓക്കെ, കേട്ട് നോക്ക്. തുണി പറിച്ചെറിയലാണ് സ്വാതന്ത്ര്യം. ഓക്കെ, ഇത് തള്ള വൈബിന്റെ ഒരു ഫോം ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിനൊരു കാരണം പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് താത്ത വളരെ വിശദമായിട്ട് പറഞ്ഞു തരാമെന്നുണ്ട്. നമുക്ക് വിശദമായിട്ട് തന്നെ കേട്ട് നോക്കാം. വീണ്ടും ഞാൻ പറയുകയാണ്, പിള്ളേർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഹെഡ്സെറ്റ് വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മാറി നിന്ന് കേൾക്കണം കേട്ടോ. ബാക്കി കേട്ട് നോക്കാം. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കറക്റ്റായിട്ട് പറയാൻ പറ്റും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സബ്ജക്റ്റ് എടുക്കുന്നത്. സോ താത്തയ്ക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാനുള്ള യോഗ്യതയുണ്ട്. താത്ത അത് നമുക്ക് വളരെ നല്ല രീതിയിൽ പറഞ്ഞുതരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു കേട്ട് നോക്കാം. സുജിത്തിന്റെ മകൾക്ക് അല്ലെങ്കിൽ മഞ്ജു പിള്ളയുടെ മകൾക്ക് ഇങ്ങനെ തുണി പറിച്ചെറിഞ്ഞ് പൊതുസമൂഹത്തിന് ഞാനൊരു ഭയങ്കര മോഡലാണ് എന്ന് കാണിക്കാനും മാത്രമുള്ള എന്ത് തരം ഇതാണ് അമ്മയച്ഛന് ഫീഡ് ചെയ്തെന്ന് മനസ്സിലാകുന്നില്ല. ശരിയാണ് കേട്ടോ. എൻ്റെ മഞ്ജു പിള്ള, നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും കൂടെ കൂടിയിട്ട് നിങ്ങൾ എന്ത് ഫീഡ് കൊടുത്തുകൊണ്ടാണ് നിങ്ങളുടെ മകൾ ഇങ്ങനെ പോയിട്ട് ഇതുപോലത്തുള്ള ഫോട്ടോസ് ഇടുന്നത്? അത് മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ സ്പൂൺ ഫീഡ് കൊടുക്കണം? അങ്ങനെയാണ് താത്ത ചോദിക്കുന്നത്. കേട്ട് നോക്കാം ബാക്കി. ഞങ്ങളുടെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടുന്നത് പോലും പ്രശ്നമായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ആദ്യത്തെ സൈക്കിൾ ഉപയോഗിച്ച വ്യക്തിയാണ്, ആദ്യമായിട്ട് ഡ്രൈവ് കേട്ടോ. അതായത് താത്തയുടെ കാലത്ത് പെൺകുട്ടികൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യമില്ലായിരുന്നു. സൈക്കിൾ പോലും ചവിട്ടത്തില്ലായിരുന്നു എന്നാണ് താത്ത പറയുന്നത്. ആ നാട്ടിൽ ആദ്യമായിട്ട് സൈക്കിൾ ചവിട്ടിയതും ഡ്രൈവ് ചെയ്തതും താത്തയാണ് കേട്ടോ. ബാക്കി കേട്ട് നോക്കാം. ചെയ്ത വ്യക്തിയാണ്. ഇതിനൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് മോശം കേട്ടിട്ടുണ്ട്. പക്കമലമായി നിന്ന എൻ്റെ അമ്മയാണ്. ആ നാട്ടിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന എൻ്റെ അമ്മയാണ്. ആദ്യമായിട്ട് 18 വയസ്സിൽ ജോലി കിട്ടി അവർക്ക് സർവേ ഡിപ്പാർട്ട്മെന്റിൽ കേട്ടോ. അതായത് മുസ്ലിം സമുദായത്തിൽ അവരുടെ നാട്ടിൽ ആദ്യമായിട്ട് ജോലിക്ക് പോയതും നമ്മുടെ താത്തയുടെ അമ്മയാണെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമല്ല, ഇദ്ദേഹം സംസാരിക്കുന്നത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. അതായത് അവരുടെ നാട്ടിൽ ആദ്യമായിട്ട് അവർക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സർക്കാർ ജോലി കിട്ടി, അങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യം നേടി. മുസ്ലിം സമുദായത്തിലായിരുന്നിട്ട് കൂടി അവർക്ക് ജോലി കിട്ടി എന്നൊക്കെ പറഞ്ഞ് അവരുടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം, അപ്പോൾ ആ കുട്ടി കാണിച്ചത് ആ കുട്ടിയുടെ സ്വാതന്ത്ര്യമല്ലേ? അപ്പോൾ നിങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, സ്വാതന്ത്ര്യം പാടില്ല എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല. നമുക്ക് ബാക്കി കേട്ട് നോക്കാം. ഈ പെൺകുട്ടി കാണിക്കുന്ന പോക്കർ തരം കണ്ടാലോ, എന്തൊക്കെയാണ് അതിൻ്റെ ഡ്രസ് കോഡ്?
ഞാൻ ആദ്യം ഈ കുട്ടി ഒരു ഓട്ടോറിക്ഷയിൽ നൈറ്റ് ഇട്ട് ഇറങ്ങി വരുന്നുണ്ടപ്പോൾ ചിരിച്ചിരുന്നു, ലൈക്ക് ഇട്ടിരുന്നു. കാരണം അതൊരു നല്ല ടൈമാണ്. ഇന്ന ഡ്രസ്സ് ധരിച്ച് നമ്മൾ ഇന്നടുത്ത് പോകാൻ പാടുള്ളൂ എന്നൊരു ഫോം ഉണ്ടല്ലോ. അതിന്റെ അർത്ഥം ഉടനെ ചട്ടിയും പാടി ഇട്ടുകൊണ്ട് വരിക എന്നല്ല. നിങ്ങൾ സ്വാതന്ത്ര്യം എന്നെ എന്തിനാണ് ഇങ്ങനെ വക്രീകരിക്കുന്നത്? ഒരുപക്ഷെ എൻ്റെ ഒരു മാനസിക ഓക്കെ. അപ്പോൾ താത്ത പറയുന്നത് നിങ്ങളിങ്ങനെ എന്തിനാണ് ഇങ്ങനത്തെ മോശം ഡ്രസ്സുകൾ ഇടുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ താത്ത, ഇതായത് നമ്മുടെ ആർട്ടിക്കിൾ 21 ആണോ 22 ആണോ അതിനകത്ത് പറയുന്നുണ്ട് നമുക്ക് ഏത് വസ്ത്രം ധരിക്കാനും എങ്ങനെ ഏത് രീതിയിൽ നമ്മൾ ജീവിക്കണം എന്നൊക്കെ നമുക്കുള്ള അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളുകളുണ്ട്. ഇതൊന്നും താത്തയ്ക്ക് അറിയത്തില്ല. എന്തിനാണ് മറ്റുള്ളവരുടെ വേഷം, അവരെങ്ങനെ ജീവിക്കുന്നു, അവർ ഏത് വേഷം ഇടുന്നു, അവനെ എങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് എന്തിനാണ് താത്ത ഇങ്ങനെ വിഷമം കൊള്ളുന്നത്? അങ്ങനെ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് അവരങ്ങനത്തെ വേഷവിധാനങ്ങൾ ഇട്ട് നടക്കുന്നത്. അതിനെന്തിനാണ് താത്ത ഇങ്ങനെ ഈ കുരുപൊട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് ബാക്കിയായിട്ട് നോക്കാം. പ്രയാസം കൊണ്ടായിരിക്കും കൃത്യമായ വാക്കുകൾ വരാത്തത്. ഞാൻ കൃത്യമായി പറയാം. ഉദാഹരണം, ഇപ്പൊ നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടു. ഏത് വർഷത്തിൽ അത് പബ്ലിഷ് ആയത്? അതിന് ഇത്രയും കയ്യടി. ജയ 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 ഹേ എന്ന സിനിമ കണ്ടു. അത് ഏത് വർഷത്തിലാണ് പബ്ലിഷ് ആയത്? ഇത്രയും കയ്യടി, ഇത്രയും അക്സെപ്റ്റൻസ്. ഞാനൊക്കെ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. ഈ സിനിമകളിലെല്ലാം സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണം എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നല്ല പറയുന്നത്. താത്ത പറയുന്നത് ഈ സിനിമകളെല്ലാം കണ്ട് താത്ത ഭയങ്കര സന്തോഷമായി കൈയടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ താത്ത സംസാരിക്കുന്നത് തന്നെ അവരുടെ സ്വാതന്ത്ര്യത്തിനെതിരെയാണല്ലോ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. താത്ത അവർക്കുള്ള സ്വാതന്ത്ര്യത്തിനെതിരെ സംസാരിച്ചിട്ട് പറയുന്ന ഉദാഹരണമാണ് ഈ പറഞ്ഞ സിനിമകൾ ജയ 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 ഹേ. അതായത് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന രീതിയിലുള്ള സിനിമ ആയിട്ട് എന്തിനാണ് ഇത് റിലേറ്റ് ചെയ്യുന്നത്? താങ്കൾ തന്നെ പറയുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ല എന്നല്ലേ? ബാക്കി കേട്ട് നോക്കാം. കയ്യടി, ഇത്രയും അക്സെപ്റ്റൻസ്. ഞാനൊക്കെ എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. അങ്ങനെയൊക്കെ തിയേറ്ററിൽ കിടന്ന് പെർഫോം ചെയ്യുന്ന ഒരു അലകളിലേക്ക് ആ സിനിമ നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ പുല്ലിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഒരു ആട്ടി അവനായിട്ട് പൊട്ടിച്ചപ്പോൾ. പഴയ കാലഘട്ടത്തിൽ ഹസ്ബൻഡിന്റെ പേര് പറയാൻ പഠിക്കുന്നവരുണ്ട്. അയൽക്കൂട്ടം മീറ്റിംഗിൽ പറയുന്നതാണ്, ഞാൻ 2 പെറ്റിട്ടാണ് ഞാൻ അങ്ങേരുടെ മോൻ തന്നെ കണ്ടതെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അഭിമാനമായി കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അടുക്കള വാരാന്തയ്ക്ക് ഇപ്പുറം പെണ്ണിന് സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ശരിയാണ്, അടുക്കള വരാന്തയ്ക്ക് ഇപ്പുറം സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ പണ്ടേ കഴിഞ്ഞു പോയി എൻ്റെ താത്ത. ആ കാലഘട്ടം കഴിഞ്ഞു. നിങ്ങളത് വീണ്ടും ഉദ്ധരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇതിനെതിരെ സംസാരിച്ചിട്ട് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എതിരെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്തിനാണ് ആ കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിനകത്ത് കയ്യെത്തി നോക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ബാക്കി കേട്ട് നോക്ക്. പെണ്ണ് ഇരുന്ന് ഒരു വിവാഹം അത് നിശ്ചയിക്കാൻ ഒക്കത്തില്ല. പെണ്ണ് മാത്രമാണുണ്ടെങ്കിൽ അവിടെ ഒരു വിവാഹ ബന്ധത്തിന്റെ ചർച്ച വെക്കത്തില്ല. ആണുങ്ങൾ വേണം, മാമാമാരെ വിളിക്കണം. ഇന്നത് മാറി വരുന്നു. ഈ മാറി വന്നിട്ടും താത്ത എന്താണ് മാറാത്തത്? അതാണ് എനിക്ക് മനസ്സിലായത്. താത്ത എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അവരുടെ അവകാശമാണ്. എന്തിനാണ് ഇതിനകത്ത് താത്ത ഇടപെടുന്നത്? മാറി വരുന്നു എന്ന് താത്ത പറയുന്നു. എന്നിട്ട് താത്ത തന്നെ പോയിട്ട് അവിടെ പോയി മാന്താൻ നോക്കുന്നു. എന്താ കഥ? ബാക്കി കേട്ട് നോക്കാം. മറയ്ക്ക സ്വാതന്ത്ര്യമില്ല. പെണ്ണുങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഈ കുട്ടി 13 വയസ്സുള്ള കുട്ടീനെയാണ് കൊണ്ടുപോയി ചെന്നാപിന്നമാക്കി കൊന്നു കളഞ്ഞത്. 30ഓളം പേര്. ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്. എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ എൻ്റെ പൊന്നോ, കലിപ്പായി ഭയങ്കര കലിപ്പായി. സ്ത്രീ ഒരു മെറ്റീരിയൽ ആയിട്ട് കാണുന്നു എന്നാണെന്ന് പറഞ്ഞത്. നമുക്കിങ്ങനെ ദേഷ്യം ചോര തിളച്ച് കയറുവാണ് താത്തയുടെ. എൻ്റെ പൊന്നോ, ബാക്കി കേട്ട് നോക്കാം. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അതാണ് നിനക്കൊക്കെ എന്താ മനസ്സിലാകാത്ത? നീ ഒരു മെറ്റീരിയൽ ആണോ? കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? നിങ്ങൾ തന്നെ പറ കേട്ടോ. നമുക്ക് അടുത്ത കുറച്ചും കൂടെ ഉണ്ട്, കേട്ട് നോക്കാം. വീട്ടിൽ ചെന്നിട്ട് വേണം ചോറും കറിയും വെക്കാൻ. അവിയൽ ഉണ്ടാക്കണം, സാമ്പാറിന് ഉണ്ടാക്കണം, കൊച്ചുങ്ങളെ തുണി ഇടണം, നാളത്തെ യൂണിഫോം അലക്കി വെക്കണം, ബുക്കുകൾ അടുക്കി വെക്കണം, വീട് തൂക്കണം, അമ്മാവനോ അമ്മായിയോ ഉണ്ടെങ്കിൽ അവർക്ക് മരുന്നെടുത്ത് കൊടുക്കണം. ഒരു കാര്യം ചെയ്യണം, എനിക്ക് കുളിക്കണം. ചൂടുവെള്ളം എടുത്ത് കുളിച്ചാൽ കുറച്ച് കംഫർട്ട് കിട്ടും. പക്ഷെ അതിനുള്ള സമയമില്ല. എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കണം. അപ്പോഴും ഭർത്താവ് വരും, ബാ നമുക്കൊന്ന് കളിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, പിള്ളേരെ ഒന്നും കാണിക്കരുതെന്ന്. എൻ്റെ പൊന്ന താത്ത, നിങ്ങളുടെ ഈ സംസാരം ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ ഭാഷ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിലെ സ്ത്രീകൾ അത് ഏതൊരു കുട്ടിയെ കുറച്ചൊരു എക്സ്പോസ് ചെയ്തൊരു ഫോട്ടോ ഇട്ടെന്ന് പറഞ്ഞതിനെതിരെയാണ് താത്ത ഈ വീഡിയോ ചെയ്യുന്നത്. എന്നിട്ട് താത്ത ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളോ അദ്ദേഹത്തിൻ്റെ ഭാഷയോ നിങ്ങൾ കേട്ടു നോക്കിയേ. ഇങ്ങനെയാണോ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ വന്ന് സംസാരിക്കേണ്ടത്? എത്രയോ കുട്ടികൾ യൂട്യൂബ് കാണുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണുന്ന സോഷ്യൽ മീഡിയ യൂട്യൂബ് ആയിരിക്കും. കാരണം കൊച്ചു കുട്ടികൾ അങ്ങനെ സാധാരണ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഫേസ്ബുക്കൊന്നും ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ യൂസ് ചെയ്യുന്നത് യൂട്യൂബാണ്. കാരണം നമുക്കറിയാമല്ലോ, നമുക്ക് കുട്ടികളുള്ളവർക്കറിയാം, അവർ യൂട്യൂബ് തുറന്ന് അവർക്ക് കാർട്ടൂൺസ് കാണണം, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരുപാട് പരിപാടികളുണ്ട്. അപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് യൂട്യൂബാണ്. ആ കുട്ടികൾ കാണുന്ന യൂട്യൂബിൽ വന്നിരുന്ന ഇത്ര അശ്ലീലമായ കാര്യങ്ങൾ
സംസാരിക്കാനായിട്ട് എങ്ങനെ എൻ്റെ താത്ത നിങ്ങൾക്ക് മനസ്സ് വരുന്നു? നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അല്പം ഒരു ഫോട്ടോ ഇട്ടു, ആ ഫോട്ടോ ഇട്ടതിൻ്റെ പേരിൽ നിങ്ങൾ അതിൻ്റെ 4 ഇരട്ടി അശ്ലീലമല്ലേ നിങ്ങൾ യൂട്യൂബിൽ വന്നിരുന്ന് പറയുന്നത്? അത് തികച്ചും മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു പൊതുസമൂഹത്തിൽ വന്നു നിന്നിട്ട് ഇങ്ങനെ വിളിച്ച ഭയങ്കര വൃത്തികേടാണ്. ഇങ്ങനെ ഒരിക്കലും പറയുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. നമുക്ക് ബാക്കി കേട്ട് നോക്കാം. ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട്. അതെ, കണ്ടന്റിന് വേണ്ടി പറയുന്നതല്ല, ഇത് കണ്ടന്റിന് വേണ്ടി പറയുന്നൊന്നുമല്ല, പുള്ളിക്കാരുടെ വിഷമം കൊണ്ട് പറയണേ. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മൾ ആരും അരിയാഹാരം കഴിക്കുന്നല്ലോ, കണ്ടന്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾ ആരും അങ്ങനെ വിചാരിക്കരുത്. ബാക്കി കേൾക്കാം. വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 കൊണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല, അവിടെ എങ്ങനെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. ഒന്നും കേൾക്കാൻ മേലേ. അതായത് എത്ര വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. മഞ്ജുപിള്ളയുടെ അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിക്ക് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. കാരണം നമുക്ക് ഡിഫമേഷൻ എന്ന് പറഞ്ഞ ഒരു വകുപ്പ് തന്നെയുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ അവർ കൊണ്ട് കേസ് കൊടുക്കണമെന്നാണ്. മഞ്ജുപിള്ള ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. കാരണം ഇങ്ങനെ ഒരാൾക്ക് എന്തും വന്ന് വിളിച്ചു പോകാം എന്നുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്, സത്യമായിട്ടുള്ള കാര്യമാണ്. അവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എന്നും പറഞ്ഞു ഒരാളെ ഇത്ര മോശമായി ചിത്രീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ചെയ്യാനുള്ള ഒരു അധികാരവും ആർക്കും കൊടുത്തിട്ടില്ല. വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഈ കുട്ടീനെ കുറിച്ച് അല്ലെങ്കിൽ മഞ്ജുപിള്ളയുടെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി കൂടെ കേട്ട് നോക്കാം. കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? എനിക്കൊന്നും പറയാനില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു വൾഗറായിട്ട് സംസാരിക്കുന്ന ഒരു സംസാരം എൻ്റെ ചാനലിൽ ഇടുന്നതിനോട് തന്നെ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഇത് കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത്? അതുകൊണ്ട് ഇടുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇത് എടുത്തേയില്ലായിരുന്നു. കേട്ടില്ലേ? ഒന്നും പറയാനില്ല. കുറച്ചോടെ ഉണ്ട്, അതൊന്ന് കേട്ട് നോക്കാം. മഞ്ജു പിള്ള ഇത് കാണുന്നില്ലേ? ഈ മകൾ കാണിക്കുന്ന ഈ തോന്നിവാസം കാണുന്നില്ലേ? ഇവിടെ വേറൊരുത്തൻ ഇരുന്നുകൊണ്ട് കൃഷ്ണകുമാർ 4 പെമ്മക്കളാ സെറ്റാണെന്ന് അയാൾ പറഞ്ഞ. അടുത്ത കൃഷ്ണകുമാറിന്റെ നേരെയാണ് കേട്ടോ. കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ പെൺകുട്ടികളെ കുറിച്ചുമാണ് അദ്ദേഹം പറയാൻ പോകുന്നത്. സെറ്റ്നസ് ഇങ്ങനെ ഒരു ടൈം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതാണ് അയാളുടെ ചിന്ത എങ്കിൽ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴൊരു നല്ലൊരു അപ്പനെയാ കണ്ടത്. പെമ്മക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ടൈമാക്കി കൊടുക്കുക. അത് പറഞ്ഞു കൊടുത്തപ്പോൾ അരയും കുറേ ഇട്ട് തുള്ളി കളിക്കുന്ന നീയൊക്കെ എന്താണ് പറയണേന്ന് അറിയാമോ? പച്ച മലയാളത്തിൽ പറയാം, എൻ്റെ ഉണ്ട് ഇതൊക്കെ. തുളയും വരയും വടയും ഉണ്ട്, വരൂ, ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ മഞ്ജു പിള്ള വളർത്തിയ മകളെ? നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി. ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചയ്ക്ക് വ്യഭിചാരം എന്നാ പറയാ. കേട്ടില്ലേ? എത്ര നല്ല ഭാഷയാണ് അദ്ദേഹം ഈ സാമൂഹ്യ മാധ്യമത്തിൽ വന്നിരുന്ന് പറഞ്ഞത്. നിങ്ങൾ കേട്ടല്ലോ അല്ലേ? എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരമായിരിക്കാം അങ്ങനെ സംസാരിക്കുന്നത്. ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നും പറഞ്ഞ് അവർ ചെയ്തതിനേക്കഞ്ഞും 4 ഇരട്ടി മോശത്തിലായിട്ടാണ് ഇവർ ഇവിടെ നിന്ന് സംസാരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ബാക്കി നമുക്ക് കേട്ടു നോക്കാം. എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? നിന്റെയൊക്കെ മനസ്സിൽ എന്താണ്? ഇങ്ങനെ തുറന്ന് പിടിച്ചങ്ങോട്ട് കാണിച്ച് വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതാണ് ഫാഷൻ. ഇതിനാണ് ഫാഷൻ എന്ന് പറയുന്നത്. ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരിടത്താണ് ഇത്. ജനറേഷൻ ഗ്യാപ്പ് അല്ല, അവരുടെ സ്വാതന്ത്ര്യം. എന്ത് തുറന്നു വെച്ച് കാണിച്ചെന്നാണ് ഇദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ ഫോട്ടോസ് കണ്ടിരുന്നു. ഓക്കെ, അതൊരു മോഡലിംഗ് ആണ്. മോഡലിംഗ് ചെയ്യുമ്പം പിന്നെ എല്ലാം കൂടെ മൂടി പുതച്ച് എനിക്കറിയത്തില്ല ഈ പുള്ളിക്കാരി എന്താ ഉദ്ദേശിക്കുന്ന മോഡൽ. അപ്പം പുള്ളിക്കാരി മോഡൽസിനൊന്നും കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ പുള്ളിക്കാരി ഇപ്പോൾ ഫോട്ടോസ് ഇട്ടു, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ഏത് രീതിയിലുള്ള വേഷഘടനം എങ്ങനെ എക്സ്പോസ് ചെയ്യണം അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. എന്തിനാണ് താത്ത നിങ്ങൾ അവരുടെ സ്വാതന്ത്ര്യത്തെ പോയി ചൊറിയാൻ പോകുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കേട്ടു നോക്കാം. അവരുടെ സ്വാതന്ത്ര്യമാണെങ്കിൽ അവരെ വീട്ടിൽ കാണിക്കണം, അവരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഉരിഞ്ഞ് കാണിക്കട്ടെ. പബ്ലിക്കിൽ ഒന്ന് ഇതുപോലെ കാണിക്കുമ്പോഴത്തേക്ക് അടുത്ത കുട്ടികൾ ഇത് റോൾ മോഡലാക്കും. അച്ഛൻ്റെ അമ്മേനെ മുമ്പ് കൊണ്ട് കാണിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമന്റിനകത്ത് പറയാവേ. ഇത് കണ്ടിട്ട് കൊള്ളാല്ല, സുജിത്തിന്റെ മോൾ അങ്ങനെ കാണിച്ചത്, മഞ്ജു പിള്ളയുടെ മോക്ക് അത് കാണിച്ചെങ്കിൽ പിന്നെ എനിക്കെന്ത്? അമ്മച്ചി എനിക്കൊരു ജട്ടി മടി വാങ്ങിത്താ, ഞാൻ അത് ഇട്ടോണ്ടാണ് നടക്കാൻ പോണേ. വീട്ടിൽ അടിയായി ലഹളെ. അങ്ങനെ ഏതെങ്കിലും ഒരു ഫോട്ടോ കണ്ടുകൊണ്ട് അതുപോലെ തന്നെ വേഷം ഇട്ടുകൊണ്ട് ഇറങ്ങുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. നമ്മൾ കണ്ട് ഇൻസ്പയർ ആവുന്നത് ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ കണ്ടോ അതുപോലെ തന്നെ എനിക്ക് പോയി ഫോട്ടോ അതുപോലെ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. അത് എനിക്ക് തോന്നുന്നില്ല അത്ര അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. അത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഇഷ്ടമാണ്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. ചെയ്തെങ്കിൽ ചെയ്തോട്ടെ, നമ്മളെന്തിനാണ് ഇടപെടുന്നത്? നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ. ബാക്കി കേട്ട് നോക്കാം. അവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ലേ? ഇവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇവിടെയുണ്ട് കമന്റ്സിൽ വരും, അവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല, ഇവർ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് നിങ്ങൾ കാണിക്കും. ഇങ്ങനെ കാണിക്കുന്നവളുമാരെ നടു റോട്ടിൽ കൊണ്ടുവന്ന് തുണിയില്ലാതെ നിർത്തണം. കേട്ടില്ലേ? ഇങ്ങനെ കാണിക്കുന്നവരെ നടു റോട്ടിൽ കൊണ്ടുപോയി തുണിയില്ലാണ്ട് നിർത്തണം. കുറച്ച് തുണി മാറ്റി എടുത്ത് ഫോട്ടോ എടുത്തിട്ടേന്
പുള്ളിക്കാരി പറഞ്ഞ ശിഷ്യയാണ് അവരുടെ മൊത്തം തുണി ഉരിഞ്ഞ് അവർ റൂട്ടിൽ കൊണ്ട് നിർത്തുന്നത്. നല്ല നല്ല കാര്യം കേട്ടോ, ശരിയാ, സമ്മതിച്ചു, നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഞാൻ ഇതിനകത്തൊന്നും പറയുന്നില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വൾഗറായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് പോസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് പോസ്റ്റ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. എൻ്റെ പൊന്നു താത്ത, നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഇട്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങളുടെ കാലത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റിയെന്ന് സംസാരിക്കുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് ആ കുട്ടി അല്പം സ്വാതന്ത്ര്യം കാണിച്ച് ഒരു ഫോട്ടോ ഇട്ടതിന് നിങ്ങൾ ഈ മാതിരി വന്ന് പോക്കൃത്തരം വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പങ്കുവെച്ചു. നിങ്ങൾ അതുകൊണ്ട് എന്ത് നേടിയെന്നോ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചതെന്നോ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. നിങ്ങളുടെ ആ വീഡിയോയുടെ കമൻറ്റുകൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ജനങ്ങൾ അത് ഏറ്റെടുത്തതെന്ന്, അവരെങ്ങനെയാണ് അതിനെതിരെ പ്രതികരിച്ചതെന്ന്. നിങ്ങളത് വായിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല നിങ്ങൾ വായിച്ചോന്ന്, പക്ഷേ ഒന്ന് വായിച്ച് നോക്കുക സമയം കിട്ടുമ്പോൾ. നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും ആളുകൾ എങ്ങനെയാണ് അതിനെതിരെ പ്രതികരിച്ചതെന്ന്. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ, നിങ്ങൾ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അയാൾ ഏത് രീതിയിലുള്ള വേഷം ഇടണം, അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കണം, എവിടെ കൊണ്ടേ അവരത് പ്രദർശിപ്പിക്കണം, അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യണം, ഇതെല്ലാം തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ നമ്മൾ ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല. ക്രിട്ടിസൈസ് ചെയ്യാം, പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വന്നിരുന്ന് ഈ കാണിക്കുന്ന പേക്കൂത്ത് കാണിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇത് മഞ്ജുപിള്ള കാണണം. മഞ്ജുപിള്ള അവരുടെ ഫാമിലി കണ്ടിട്ട് അവർക്കെതിരെ ഈ സംസാരിച്ച സ്ത്രീക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയെങ്കിലും ഇത്തരത്തിലുള്ള അസഭ്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇനിയെങ്കിലും പറയാതിരിക്കട്ടെ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്താം. അതുപോലെ തന്നെ ഇനി കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ പറ്റുമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.